ഹലോ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തുന്ന നമ്മളെ യമഹ സ്പെയർ വിൽക്കുന്ന ഒരു ഹിന്ദിക്കാരൻ സാറിൻ്റെ പേജാണ്. ഇവനൊരു സൂപ്പർ ഫ്രോഡാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ സൈഡ് കവറിന് വേണ്ടി വാങ്ങിച്ച എമൗണ്ടാണ്. അവൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവനൊരു ചെയ്ത ചാറ്റുകളും. പാവം ആ പയ്യനാണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച് ഒരു 5 സ്പീഡിൻ്റെ സൈഡ് കവർ പുള്ളിയിരുന്ന് ഓർഡർ ചെയ്തതാണ്. മെസ്സേജ് അയക്കുന്നുണ്ട്, അവൻ മറ്റേ പാർസൽ ചെയ്ത കവർ അയക്കുന്നുണ്ട്, സ്ലിപ്പ് അയക്കുന്നുണ്ട്, ഇന്ത്യൻ സ്പീഡ് പോസ്റ്റിനെ കുറ്റം പറയുന്നുണ്ട്, SBT ബാങ്കിനെ കുറ്റം പറയുന്നുണ്ട്. അവൻ പിന്നെ വിളിച്ചിട്ട് എടുക്കാതായി. പയ്യൻ പാവം വിളിച്ചോണ്ടേയിരുന്നു. അപ്പോഴത്തേക്കും ഹിന്ദിക്കാരൻ അവനെ ബ്ലോക്ക് ചെയ്തു. അപ്പോഴാണ് ആ പയ്യൻ മനസ്സിലായത് ഇവൻ തേപ്പിസ്റ്റോളിയാണെന്ന്. അങ്ങനെ അവൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കുമ്പം അവനെപ്പറ്റി നമ്മൾ ജനിക്കും മുമ്പേ ആൾക്കാർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇവൻ ആൾ ജപ്പാനാണെന്ന്. ഇവനെപ്പറ്റി അവൻ്റെ പേര് ഇത് തന്നെയാണോ, ഇവനെ പിന്നെ ഇഷ്ടംപോലെ ഈ യമഹ RX ഗ്രൂപ്പുകളിലുള്ള ആൾക്കാർക്ക് അറിയാം ഇവൻ ജനിച്ചപ്പോഴേ കള്ളനാണെന്ന്. ഇവൻ്റെ പേര് ബണ്ടി ചൗന ചന്ന എന്തോ ആണ്. എന്തായാലും ആ ഒരു ബണ്ടി ചോർ ഫാമിലി പെട്ടതാണെന്ന് തോന്നുന്നു. അവൻ പല സാധനങ്ങൾ ഇതേപോലെ ഇട്ട് വിൽക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇവൻ്റെ പേരൊന്ന് സൂക്ഷിച്ച് വയ്ച്ചോ. ഇവൻ്റെ പ്രൊഫൈൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ പേ ഇത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആളുടെ ഫോട്ടോ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് അവൻ തന്നെയാണെന്ന് അറിഞ്ഞൂടെ. എന്തായാലും നമ്പർ ഇതാണ്. ഈ നമ്പർ വെച്ചാണ് ആൾ ബിസിനസ്സൊക്കെ നടത്തുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കിക്കോ. പിന്നെ ഞാനും അയാൾക്ക് വേണ്ടി ഒന്ന് മെസ്സേജ് അയച്ച്, എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഞാനും അയാൾക്ക് വേണ്ടി മെസ്സേജ് അയച്ച്. മെസ്സേജ് അയക്കുമ്പോൾ ആൾ നല്ല റിപ്ലൈ വരുന്നുണ്ട്. നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൻ. പക്ഷേ അവൻ യാതൊരു വിഷമവും കുറ്റബോധവും ഇല്ലാതെയാണ് ആൾക്കാരെ ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പൊതുവേ അവർക്ക് നമ്മളെയൊക്കെ ഇത്തിരി പറ്റിക്കുമ്പോൾ ഒരു മനസ്സന്തോഷം കൂടുതലായിരിക്കും. അപ്പോൾ യമഹയുള്ള നമ്മുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എല്ലാവരും അവൻ്റെ പ്രൊഫൈലിൽ കയറി റിപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി ആരെയും അവൻ തേക്കരുത്. ഓക്കെ, അപ്പോൾ ബൈ.